അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് ആരംഭിക്കാം. ദക്ഷിണശാൽമലിദ്വീപേ രാജ്യമുത്സന്നശാത്രവഃ കരോത്യദ്യാപി നസതോ വിസ്തൃതാന്യവിനിശ്ചയഃ. മോക്ഷം നേടിയ ആൾ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആളാണ്. കിഴക്ക് ദിക്കിലേക്ക് പോയ വിഭജിത്ത് ചന്ദ്രലോകത്തിൽ താമസമാക്കി. തെക്കോട്ട് പോയവർ സാധാരണ മടങ്ങി വരാറില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദക്ഷിണ ശാൽമലി ദ്വീപ്, ശാൽമലി ദ്വീപം എന്ന് പറയുന്നത് സപ്തദ്വീപങ്ങളിലെ ഒരു ദ്വീപമാണ്. ദ്വീപം എന്ന് പറഞ്ഞാൽ ദ്വീപ്. ശാൽമലി ദ്വീപത്തിലേക്ക് എത്തി ഈ ദക്ഷിണ ദിക്കിലേക്ക് പോയ വിഭജിത്ത് രാജ്യമുത്സന്നശാത്രവഃ, ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ചു. അദ്ദേഹം ചക്രവർത്തിയായി അവിടെ താമസിച്ചു. കരോത്യദ്യാപി, ഇന്നും അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അപ്പോൾ ഇവർക്കൊന്നും മരണമില്ലേ? അജ്ഞാനികൾക്ക് മരണമില്ല എന്ന്, ജ്ഞാനികൾക്കും മരണമില്ല. അജ്ഞാനികൾ എന്തുകൊണ്ട് മരിക്കുന്നില്ല? അവർ വീണ്ടും ഒരു സ്ഥലത്ത് മരിച്ച് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു, അവിടെ വീണ്ടും ജനിക്കുന്നു. ഇപ്പോൾ മുങ്ങിയിട്ട് പൊങ്ങുന്നവനെ എങ്ങനെ മരിച്ചു എന്ന് പറയാൻ പറ്റും? മുങ്ങി തീരണം, പിന്നെ അവനെ കാണരുത്. അവൻ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ അവൻ മറ്റൊരു ശരീരത്തോടു കൂടി ജനിക്കുന്നത് കൊണ്ട് ഈ അജ്ഞാനികൾക്ക് മരണമില്ല, ജ്ഞാനിക്കും മരണമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഉള്ളിലെ അഹങ്കാരം നശിച്ച് താൻ അമരമായ ആത്മതത്വമാണ് എന്ന സത്യത്തെ അയാൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. സത്യസാക്ഷാത്കാരത്തിലൂടെ അമരരായിത്തീരുന്നു ജ്ഞാനികൾ. സത്യമറിയാത്തത് കൊണ്ട്, എന്നാൽ ആത്മാവായതുകൊണ്ട് ശരീരങ്ങൾ മരിക്കുമ്പോൾ അജ്ഞാനികളും മരിക്കുന്നില്ല. ഇപ്പോൾ ഈ മരണത്തെ ചൊല്ലി എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ് വിലപിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു. ദക്ഷിണ ദിക്കിലേക്ക് പോയ വിഭജിത്ത് കരോത്യദ്യാപി ന സതോ വിസ്മൃതാന്യ വിനിശ്ചയ. അദ്ദേഹം ഇപ്പോഴും അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസിഷ്ഠ മഹർഷി രാമനോട് ഈ സംഭവങ്ങളൊക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കഥ പറയുമ്പോഴും അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യഭരണം നടത്തുന്നു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ഇതൊക്കെ ഈ വസിഷ്ഠ മഹർഷിക്ക് എങ്ങനെ മനസ്സിലായി? ആത്മസാക്ഷാത്കാരം നേടിയ, പരമാത്മാവിനെ പോലും സാക്ഷാത്കരിക്കാൻ കഴിവുള്ള മഹർഷീശ്വരന്മാർക്ക് അറിയാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? സർവജ്ഞന്മാരാണ്. ഈശ്വരനാണ് വാസ്തവത്തിൽ സർവജ്ഞൻ. ആ സർവജ്ഞനായ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കുന്നവർ, അവർ ഈശ്വരനേക്കാളും അല്പമെങ്കിലും കുറഞ്ഞവരാകാൻ പറ്റുമോ? അവർ ഈശ്വര തുല്യരാണ്, ഈശ്വരൻ തന്നെയാണ്. അദ്യ ദക്ഷിണോ വിഭജിത് കിമകരോത് തത്രാഹ. ദക്ഷിണ ദിക്കിലേക്ക് പോയ വിഭജിത്ത് എന്ത് ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ വസിഷ്ഠ മഹർഷി പറയുന്നത്. ദക്ഷിണ ഇതി ഉത്സന്നാഹ ശാത്രവാഹ യേന തഥാവിധഃ സന്ന്. ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്തു. സതഹ പാരമാർത്ഥിക തത്വസ്യ ലാഭാത്. ശത്രുക്കളെ നിഗ്രഹിച്ചത് മാത്രമല്ല, സത്തിനെ അയാൾ സാക്ഷാത്കരിച്ചു. അപ്പോൾ തെക്കോട്ട് പോയവനും രക്ഷപ്പെട്ടു എന്നാണ്. പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയയാൾ ഉണ്ണിക്കണ്ണൻ്റെ പക്കൽ നിന്നും ആത്മതത്വത്തെ കേട്ട് ഗ്രഹിച്ച് മോക്ഷം നേടി. അതുപോലെ ഈ തെക്ക് ദിക്കിലേക്ക് പോയ വിഭജിത്തും ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചു, സത്തിനെ സാക്ഷാത്കരിച്ചു. സതഹ പാരമാർത്ഥിക തത്വസ്യ ലാഭാത്. പരമാർത്ഥതത്വമായ ബ്രഹ്മത്തെ നേടി, ബ്രഹ്മസാക്ഷാത്കാരം നേടി. വിസ്മൃതഃ അന്യവിനിശ്ചയഃ ബാഹ്യാർത്ഥനിശ്ചയഃ യേന തഥാവിധസ്തു ന. മറ്റുള്ളതിനെയെല്ലാം വിസ്മരിച്ചവനായി, മറ്റ് നിശ്ചയങ്ങളൊന്നും ഇല്ലാത്തവനായി കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതായത് തെക്ക് ദിക്കിലേക്ക് പോയ ആൾ മോക്ഷം നേടിയില്ല. അയാൾ
രാജ്യം ഭരിക്കുക മാത്രമാണ് ചെയ്തത്. പരമാർത്ഥ തത്വത്തെ നേടുക വഴി പ്രപഞ്ചത്തെ വിസ്മരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറ്റുള്ള കാര്യങ്ങളെയൊക്കെ വിസ്മരിച്ച് ആത്മനിഷ്ഠനായി അദ്ദേഹം കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം മുക്തനായില്ല. ഉത്തരസ്തരളാസ്ഫാലകല്ലോലേ സപ്തമാം ബുധൗ സഹസ്രമേകം വർഷാണാമുവാസമകരോദരേ. ഇനി വടക്കോട്ട് പോയ വിഭജിത്ത് അതിശക്തമായി ഇളകി മറിയുന്ന ഏഴാമത്തെ കടലിൽ, 7 കടലുകളുണ്ട് എന്നാണ്, 7 ദ്വീപങ്ങൾ, 7 കടലുകൾ. പണ്ടൊരു സിനിമ വന്നിട്ടുണ്ട്, 7-ാം കടലിനക്കരെ. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് 7-ാം കടലിനക്കരെ. അന്നൊക്കെ അത് വലിയ കാര്യമാണ്. വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളെയൊക്കെ കാണിക്കും. നയാഗ്ര വാട്ടർഫാൾസ്, അതൊക്കെ കാണുമ്പം നമുക്കിവിടെ ഈ കേരളത്തിൽ ഇട്ടാവട്ടത്ത് നമുക്ക് അമേരിക്കയ്ക്ക് പോകാനും പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ഡെയിലി അമേരിക്കയ്ക്ക് പോയിട്ട് വരുന്നവരുണ്ട്. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഒരു 30-40 കൊല്ലത്തിന് മുമ്പുള്ള ഒരു സിനിമയാണ് ഈ 7-ാം കടലിനക്കരെ. അപ്പോൾ 7 കടലുണ്ടോ എന്നുള്ളതിൽ പണ്ട് മുതൽ നമ്മുടെ ശാസ്ത്രങ്ങളിലും ഇപ്പോഴും 7 കടലുകളുണ്ട്, 7 വൻകരകളുണ്ട് എന്നാണ്. ഇതിൽ 7-ാമത്തെ സമുദ്രത്തിൽ അതിശക്തമായ തിരമാലകൾ പൊന്തുമ്പോൾ അവിടെ ഒരു മകരമത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ 1001 വർഷം കഴിഞ്ഞു. ആര്? ഈ ഉത്തരദിക്കിലേക്ക് പോയ വിഭജിത്ത്. മീനിൻ്റെ വയറ്റിലൊക്കെ 1001 കൊല്ലമൊക്കെ എങ്ങനെയാണ് ഒരാൾ കഴിയുക? കഥയിൽ ചോദ്യമില്ല. അജ്ഞാനത്തെ പിന്തുടർന്നു പോയവരാണ്. അജ്ഞാനം എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്നറിയാൻ പോയവരാണ്. അങ്ങനെയുള്ളവർക്ക് പലതരം ഭ്രമങ്ങളും അനുഭവിക്കേണ്ടതായി വരും. അതിനൊന്നിനും യുക്തി ചോദിച്ചിട്ട് കാര്യമില്ല. സഹസ്രമേകം വർഷാണാം ഉവാസമകരോദരെ. മകരമത്സ്യത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു വലിയ മുതലയുടെ വയറ്റിൻ്റെ ഉള്ളിൽ. മകരം എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. മകരമത്സ്യം എന്ന് പറഞ്ഞാൽ കൂറ്റൻ സ്രാവെന്നോ അല്ലെങ്കിൽ കൂറ്റൻ തിമിംഗലമെന്നോ, അല്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു മുതല. ആ മുതലയുടെ വയറ്റിൻ്റെ ഉള്ളിൽ സഹസ്രമേകം 1001 വർഷം ഈ ഉത്തരദിക്കിലേക്ക് പോയ വിഭജിത്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം ഈ മകരമത്സ്യത്തിൻ്റെ വയറ്റിലുള്ള മാംസം, അതിനെ ഭക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മായയുടെ ഉള്ളിൽ കാണപ്പെടുന്ന കാഴ്ചകൾക്ക് യുക്തിയുക്തമായ ഉത്തരം നൽകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഗംഭീരമായി അനുഭവിക്കാൻ പറ്റും, യുക്തിയില്ല. സ്വപ്നത്തിൽ ഒരാൾക്ക് എന്തിനെയാണ് അനുഭവിക്കാൻ കഴിയാത്തത്? എന്തും സ്വപ്നത്തിൽ സാധ്യമല്ലേ? നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഉപാധിയാണ് ഈ സ്വപ്നാനുഭവം. സ്വപ്നത്തിൽ ചക്രവർത്തിയാവുന്നവരുണ്ട്, സ്വപ്നത്തിൽ വലിയ വലിയ കളിക്കാരാവുന്നവരുണ്ട്, പാട്ടുകാരാവുന്നവരുണ്ട്, കലാകാരന്മാരായി മാറുന്നവരുണ്ട്. സ്വപ്നത്തിൽ MLA-യും MP-യും മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എല്ലാം ആവുന്നവരുണ്ട്. പക്ഷേ ഉണർന്നെഴുന്നേറ്റ ഒന്നുമില്ല. ഇത് തന്നെയാണ് ഈ ലോകത്തിൻ്റെയും കഥ. എന്തൊക്കെയോ അർത്ഥമില്ലാത്ത കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സപ്തമാംബുധൗ സ്വാദൂതേ മകരേണ നികീർണഹാസന്. 7-ാമത്തെ കടൽ എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ സമുദ്രമാണ്. ഈ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സങ്കല്പത്തിലുള്ളതല്ല. ഈ 7 ദ്വീപങ്ങളെ നമ്മുടെ പുരാണങ്ങൾ വർണ്ണിക്കുന്നത്, ആദ്യം ഒരു ദ്വീപ്, ആ ദ്വീപിനെ ചുറ്റി ഒരു കടൽ, അത് മനസ്സിലാകും. അടുത്തത് ഈ കടലിനെ ചുറ്റി 2-ാമത്തെ ദ്വീപ്, അതിനെ ചുറ്റി 2-ാമത്തെ കടൽ, അതിന് വെളിയിൽ 3-ാമത്തെ ദ്വീപ്. ഇങ്ങനെ കര കടൽ കര കടൽ, ഇതെല്ലാം വൃത്താകൃതിയിലാണ്. അങ്ങനെ ഒരു ഭൂപ്രദേശം ഈ ഭൂമിയിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതെങ്ങനെ സാധ്യമാവും? സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ പ്ലേറ്റുകൾ പോലെ അല്ലെങ്കിൽ
തട്ടുകൾ പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നവയാണ് ഈ വൻകരകൾ. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെയുള്ളതല്ല. വൃത്താകൃതിയിലായ ഒരു ദ്വീപ്, അതിനെ ചുറ്റി ഒരു കടൽ, എന്നിട്ട് ആ കടലിന് ചുറ്റും അടുത്ത കര, അതിനെ ചുറ്റി രണ്ടാമത്തെ കടൽ, ഇങ്ങനെ പോകുന്നു 7 വൻകരകളുടെയും 7 കടലുകളുടെയും സ്ഥിതി. ഇപ്പം അങ്ങനെ 7ാമത്തെ കടലാണ്. ആ കടലിൽ എന്താണെന്ന് പറഞ്ഞാൽ സ്വാദൂതകം എന്ന് പറഞ്ഞാൽ ശുദ്ധജലം. ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു കടൽ ഭൂമിയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? സാധ്യമല്ല. പക്ഷേ ശുദ്ധജലം നിറഞ്ഞ കടലാണ് ഈ 7ാമത്തെ കടൽ. ആ കടലിൽ ഉള്ള ഒരു മകരമത്സ്യമാണ് ഈ ഉത്തരദിക്കിലേക്ക് പോയ വിഭശ്യത്തിനെ വിഴുങ്ങിയത്. അങ്ങനെയാണ് അദ്ദേഹം ആ മീനിൻ്റെ വയറ്റിൽ ചെന്നുപെട്ടത്. നിഗീർണഹാസൻ മകരോദരെ, ആ മകരമത്സ്യത്തിൻ്റെ ഉദരത്തിൽ വർഷാണാം സഹസ്രം ഏകം ഉവാസ, 1000 വർഷം. വർഷാണാം സഹസ്രം ഏകം എന്ന് പറഞ്ഞതുകൊണ്ട് 1001 വർഷം. 1001 വർഷം ആ മകരമത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹം ഭക്ഷിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, മകരോദര മാംസാശി മൃതേ മകരനായകേ മകരോദരതോബ്ധേശ്ച നിർഗതോ മകരോ യഥാ. ഈ 1001 കൊല്ലം ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മകരമത്സ്യം മരിച്ചു. അപ്പോൾ അതുവരെ ആ മകരമത്സ്യത്തിൻ്റെ വയറ്റിലുള്ള മാംസമായിരുന്നു ഇദ്ദേഹം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചത്. അത് ഒരു ദിവസം മരിച്ചു. മകരനായകൻ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളുടെ രാജാവാണ് ഈ മകരമത്സ്യം. അത് ഒരു ദിവസം മരിച്ചുപോയി. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ഇദ്ദേഹം പുറത്തു വന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ഇദ്ദേഹം ആ ശുദ്ധജലം നിറഞ്ഞ കടലിൽ എത്തി. എന്നിട്ട് ആ കടലിൽ നിന്ന് കരയ്ക്ക് കയറി. ഇപ്പോൾ കടലിൽ നിന്ന് കരയ്ക്ക് കയറിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, മറ്റൊരു മകരമത്സ്യം കടലിൽ നിന്ന് കരയ്ക്ക് കയറുന്നത് പോലെ മകരമത്സ്യത്തിൻ്റെ വയറ്റിലുണ്ടായിരുന്ന ഈ വിഭശ്യത്ത് മകരമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നു, കടലിലേക്ക് വീണു. ആ കടലിൽ നിന്ന് അദ്ദേഹം കരയ്ക്ക് കയറി. നിർഗതോ മകരോ യഥ തതോശീതി സഹസ്രാണി യോജനാനാം ഘനാവനിം ഹിമകൽപ്പജലാംബോധേരുല്ലംഘ്യ സുഖനോദരീം. അത് കഴിഞ്ഞിട്ട് അശീതി സഹസ്രാണി യോജനാനാം ഘനാവനിം, കരയ്ക്ക് കയറിയപ്പോൾ ആ ഭൂപ്രദേശത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, അശീതി സഹസ്രം 80,000. 80,000 യോജന. ഒരു യോജന എന്ന് പറഞ്ഞാൽ 8 മൈൽ. 80,000 ഗുണം 8 എത്രയായി? 64 ലക്ഷം ഇല്ലേ? 80,000 8 ആർക്കെങ്കിലും മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? അത്രയേ ഉള്ളോ? 80,000 80,000 ഗുണം 8, 8 64, 640 വരത്തുള്ളൂ. 6,40,000 മൈൽ. ഒരു യോജന 8 മൈലാണ്. ഇങ്ങനെ 6,40,000 യോജന വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശത്തിലാണ് അദ്ദേഹം കടലിൽ നിന്ന് കരയ്ക്ക് കയറിയത്. അങ്ങനെയുള്ള ഒരു കരയിലാണ് എത്തിപ്പെട്ടത്. ഹിമകൽപ്പ ജലാംബോധേഹേ, ഹിമകൽപ്പ ജലം, ഹിമം മഞ്ഞ്, ഐസ് കട്ട, ഹിമത്തെ പോലെ നല്ല തണുപ്പുള്ള ജലമായിരുന്നു ആ കടലിൽ നിറഞ്ഞു നിന്നത്. ആ സമുദ്രത്തിൽ നിന്നാണ് ഇദ്ദേഹം കരയ്ക്ക് കയറിയത്. അങ്ങനെ കരയ്ക്ക് കയറി. പ്രാപ്തോ ദശസഹസ്രാണി യോജനാനാം മഹാമഹീം സൗവർണീം സുരസഞ്ചാര സരണിം മൃതവാനസൗ. ആ ഭൂപ്രദേശത്തിലൂടെ നടന്നു നീങ്ങി. അത് കഴിഞ്ഞിട്ട് എവിടെ എത്തി? ദശസഹസ്രാണി യോജനാനാം മഹാമഹീം, 10,000 യോജന വിസ്തീർണമുള്ള ഒരു വലിയ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തിൽ ആ ഒരു കര അവിടെ എത്തി.
പക്ഷെ അവിടെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സൗവർണിയും സുരസഞ്ചാര സരണിയും, അവിടെ മുഴുവൻ സ്വർണമയമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ സുരന്മാർ സഞ്ചാരത്തിനായി എത്തുമായിരുന്നു. ദേവന്മാർ സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു സുവർണ ഭൂമിയിൽ എത്തി അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. മൃതവാനസം. വ്യാഖ്യാനം കൂടെ വായിക്കാം. തതഃ ഹിമകൽപ്പജലസ്യ സ്വാദൂതാംബോധേരവശിഷ്ടാനി അശീതിസഹസ്രാണി യോജനാനി ഉല്ലംഘ്യ സുഖനം വിശാലമുദരം യസ്യാഹ തഥാവിധാം സൗവർണീം മഹാമഹീം പ്രാപ്ത ഇത്യുത്തരേണ അന്വയഃ. നല്ല തണുപ്പുള്ള ഒരു ജലമായിരുന്നു. ആ കടലിലാണ് മകരമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും പുറത്ത് കടന്ന അദ്ദേഹം എത്തിയത്. എന്നിട്ട് 80,000 യോജന വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശത്തെ കടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം എത്തിയത് വളരെ വിശാലമായ സ്വർണമയമായ ഒരു കരയിലാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. തസ്യാം ഭൂമൗ ച മധ്യേ ച വിപശ്ചിന്നാകിതാമഗാത് ഉത്തമാമഗ്നിമധ്യസ്ഥം ക്ഷണാത് കാഷ്ഠമിവാഗ്നിതാം. ആ സ്വർണഭൂമിയിൽ വെച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തസ്യാം ഭൂമൗ ച മധ്യേ ച വിപശ്ചിത് നാഹിതാമഗാത്, അവിടെ മരിച്ച അദ്ദേഹം സ്വർഗത്തിലെത്തി. എങ്ങനെ എത്തിയെന്നൊന്നും ചോദിക്കരുത്, ഒക്കെ ഭ്രമപരമ്പരയാണ്. താൻ സ്വർഗത്തിലെത്തിയതായി അദ്ദേഹം കണ്ടു. സ്വർഗവാസം അദ്ദേഹത്തിന് ലഭിച്ചു. അതെങ്ങനെ? ഭൂമിയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു പോയിട്ട് അയാൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക എന്ന് ചോദിച്ചാൽ, ഉത്തമാം അഗ്നിമധ്യസ്ഥം, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുടെ നടുക്ക് വീണ ഒരു കരിയില എങ്ങനെയാണോ ക്ഷണനേരം കൊണ്ട് ഭസ്മമായിത്തീരുന്നത്, അതുപോലെ ഒരു ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന ആ ജീവൻ പെട്ടെന്ന് തന്നെ താൻ സ്വർഗത്തിലെത്തിയതായി അനുഭവിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഈ പരലോകത്തിലും മറ്റുമൊക്കെ ചെന്ന് എത്തിപ്പെടുന്നത്. എന്താണ്? ഒക്കെ ഭ്രമമാണ്. ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്ക് കടക്കുന്നത് പോലെ. അപ്പോൾ അവിടെ യുക്തിക്ക് അല്ലെങ്കിൽ ലോജിക്കിന് പ്രസക്തിയില്ല. കുറേ കാഴ്ചകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. അതൊക്കെ ഓരോരോ അനുഭവങ്ങളായി നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ കരിയിലയോ ഒരു വലിയ അഗ്നിയുടെ മധ്യത്തിൽ പതിക്കുമ്പോൾ എങ്ങനെയാണ് ക്ഷണനേരം കൊണ്ട് കത്തിച്ചാമ്പലാകുന്നത്, അതുപോലെ ഇദ്ദേഹം ക്ഷണനേരം കൊണ്ട് സ്വർഗത്തിൽ താൻ എത്തിയതായി കണ്ടു. അഥ തസ്യാം ഭൂമൗ സ വിപശ്ചിത് മൃതഃ സന്നെ ഉത്തമാം നാഗിതാം ദേവഭാവമഗാത്, ഉത്തമമായ ദേവശരീരത്തെ അദ്ദേഹം പ്രാപിച്ചു, ദേവനായി മാറി. യഥാഗ്നി മധ്യസ്ഥം കാഷ്ഠം ക്ഷണാത് അഗ്നിതാം ഗച്ഛതി തദ്വത്, അഗ്നിയിൽ പതിച്ച ഉണങ്ങിയ ഒരു ചില്ലയോ ചുള്ളിയോ എങ്ങനെയാണോ ക്ഷണനേരം കൊണ്ട് അഗ്നിയായി മാറുന്നത്, തീയിൽ വീണ ഒരു വസ്തു ആദ്യം തീയായി മാറും, അപ്പോഴാണ് അത് കത്തിച്ചാമ്പ, അവസാനം അത് ചാരമായി മാറും. അതുപോലെ ക്ഷണനേരം കൊണ്ട് ഇദ്ദേഹം സ്വർഗലോകത്ത് താൻ എത്തിയതായി അനുഭവിച്ചു. പ്രധാനദേവോ ഭൂത്വാസൗ ലോകാലോകഗിരിം ഗതഃ അസ്യ ഭൂമണ്ഡലതരോരാലപാലമിവ സ്ഥിതം. സ്വർഗത്തിലെത്തുക മാത്രമല്ല, സ്വർഗത്തിലെത്തി അദ്ദേഹം പ്രധാനദേവനായി ഭവിച്ചു. പ്രധാനദേവൻ എന്ന് പറഞ്ഞാൽ ദേവശ്രേഷ്ഠൻ. ദേവന്മാരിലും ഉച്ചനീചത്വങ്ങളുണ്ടല്ലോ. ശ്രേഷ്ഠനായ ഒരു ദേവനായി അദ്ദേഹം മാറി. എന്നിട്ട് ലോകാലോകഗിരിം ഗതഃ, ആ വാക്ക് ഓർമ്മിച്ചോളൂ. ഈ വാക്കിനെ അടിസ്ഥാനമാക്കി രാമൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലോകാലോകഗിരി അല്ലെങ്കിൽ ലോകാലോക പർവ്വതം അതെവിടെയാണ്? നമ്മുടെ
സഖ്യപർവ്വതം പോലെയോ പശ്ചിമഘട്ടം പോലെയോ അല്ലെങ്കിൽ ഹിമാലയം പോലെയോ അല്ലെങ്കിൽ ആരവല്ലി മലനിരകൾ പോലെയോ ഏതെങ്കിലും ഒരു പർവ്വതമാണോ അതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പുരാണങ്ങളിൽ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന പർവ്വതങ്ങളാണ്. ഇങ്ങനെ ഒരു പർവ്വതം ഭൂമിയിലില്ല. എന്തായാലും അതിൻ്റെ പേര് ലോകാലോകഗിരി, ലോകാലോക പർവ്വതം എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ തർജ്ജമ ചെയ്യാം. പ്രധാന ദേവനായി മാറിയിട്ട് അദ്ദേഹം ലോകാലോക പർവ്വതത്തെ പ്രാപിച്ചു. എന്താണ് ഈ ലോകാലോക പർവ്വതം എന്ന് ചോദിച്ചാൽ അസ്യ ഭൂമണ്ഡലതരോഹോ ആലവാലമിവ സ്ഥിതം. ആലവാലം എന്ന് പറഞ്ഞാൽ തടം. നമ്മൾ വൃക്ഷങ്ങൾക്ക് തടമെടുക്കാറില്ലേ? വാഴയ്ക്കും തെങ്ങിനുമൊക്കെ തടമെടുക്കാറുണ്ടല്ലോ. അതായത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വട്ടത്തിൽ അതിൻ്റെ മണ്ണൊക്കെ മാറ്റിയിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടി, വെള്ളം വാർന്നൊലിക്കാതെ അതിൻ്റെ അടിയിൽ തന്നെ താഴാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് തടം. അതിനെയാണ് സംസ്കൃതത്തിലെ ആലവാലം എന്ന് പറയുന്നത്. ഈ ഭൂമിയാകുന്ന വൃക്ഷത്തിൻ്റെ തടം പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ലോകാലോക പർവ്വതം. ഭൂമിയെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചാൽ ആ ഭൂമണ്ഡലത്തിൻ്റെ താഴെ, തടം എപ്പോഴും ഭൂമിയിലാണല്ലോ, മരം ആകാശത്തിൽ ഉയർന്നു വളരും. അപ്പം തടം പോലെ ഭൂമണ്ഡലമാകുന്ന വൃക്ഷത്തിന് തടമെന്ന പോലെയാണ് ഈ ലോകാലോക പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അസൗ വിപശ്ചിത് പ്രധാനദേവോ ദേവശ്രേഷ്ഠോ ഭൂത്വ. ഈ വിപശ്ചിത്ത് ദേവശ്രേഷ്ഠനായി ഭവിച്ചിട്ട് പ്രാക്തന ദിഗന്തോപസർപ്പണ വാസനയാ, അദ്ദേഹത്തിൻ്റെ പൂർവജന്മങ്ങളിൽ ഭൂമി ചുറ്റിക്കാണണം, അവിദ്യ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, ഈ ദൃശ്യപ്രപഞ്ചം ഏതുവരെയുണ്ട് എന്നറിയണം എന്നുള്ള വാസന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വാസന കാരണമായിട്ടാണ് അദ്ദേഹം ലോകാലോക പർവ്വതത്തിൽ എത്തിച്ചേർന്നത്. കീദൃശം ലോകാലോകഗിരിം. ഈ ലോകാലോക പർവ്വതം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരേ ആമേരു ശൃംഗം ഉന്നതത്വാത് തരുപ്രായസ്യ അസ്യ ഭൂമണ്ഡലസ്യ മൂലേ ആലവാലം സേതുമിവ സ്ഥിതം. ഉത്തരേ ആമേരു ശൃംഗം ഉന്നതത്വാത്. ഭൂമിയുടെ വടക്ക് ദിക്കിൽ മഹാമേരു പർവ്വതം ഉണ്ടെന്നാണ്. ആ മഹാമേരു പർവ്വതത്തിൻ്റെ കൊടുമുടി അത്രയും പൊക്കത്തിലുള്ള ഒരു മരത്തെപ്പോലെ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയുടെ ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിൻ്റെ അധോ ഭാഗത്ത് ഒരു തടം എന്ന പോലെ ഈ ലോകാലോക പർവ്വതം സ്ഥിതി ചെയ്യുന്നു. സപഞ്ചാശത് സഹസ്രാണി യോജനാനാം സമുന്നതഃ ആലോകലോകാചാരാഢ്യോ ഭാഗ ഏകോസ്യനേതരഃ. ഈ പർവ്വതത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 50 സഹസ്രാണി യോജനാനാം സമുന്നതഃ. 50 50,000 യോജനകൾ പൊക്കമുള്ള ഒരു പർവ്വതമാണ് ഈ ലോകാലോക പർവ്വതം. 50,000 ഗുണം 8 40 4 ലക്ഷം അല്ലേ? 4 ലക്ഷം മൈൽ ഉന്നതമായ ഒരു പർവ്വതമാണ്. അത്രയും പൊക്കമുള്ള ഒരു പർവ്വതമാണ് ഈ ലോകാലോക പർവ്വതം. ആ ലോകാലോക പർവ്വതം കർമ്മങ്ങൾ നിറഞ്ഞതാണ്. അവിടെ എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും. ഭാഗ ഏകോസ്യ നേതരഃ. ഈ കർമ്മമയമായ ലോകാലോക പർവ്വതം അത് മഹാമേരുവിൻ്റെ ഒരു ഭാഗമാണ്. മഹാമേരു പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെയാണ് ലോകാലോക പർവ്വതം എന്ന് പറയുന്നത്. ഇതൊക്കെ സങ്കല്പമാണ്. അസ്യ ലോകാലോകഗിരേഹ ഏകഃ പ്രഥമോ ഭാഗഃ സൂര്യാലോകേന ലോകാനാം ജനാനാം ആചാരേണ വ്യവഹാരേണ ചാഢ്യഃ ഇതരസ്തുന. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ഒരു വശം, പർവ്വതത്തിന് 2 വശമുണ്ടല്ലോ,
അതിൻ്റെ ഒരു വശം, ഒന്നാമത്തെ ചരിവ്, സൂര്യപ്രകാശം എപ്പോഴും അവിടെ ഉണ്ടാവും. സൂര്യപ്രകാശം എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് അവിടെയുള്ള വാസികൾ, അവിടെ താമസിക്കുന്നവർ എപ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കർമ്മസങ്കുലമാണ് ആ പ്രദേശം. ആ ലോകാലോക പർവ്വതത്തിൻ്റെ മറ്റേ ചരിവ്, അവിടെ കർമ്മമില്ല. കാരണം അവിടെ സൂര്യപ്രകാശമില്ല. ഭൂമിയുടെ കാര്യം പോലെ തന്നെ ഭൂമിയുടെ ഒരർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം പതിക്കും. ആ ഭാഗത്തുള്ളവർ പകൽ എന്ന് അതിനെ അനുഭവിക്കും. പകലിലാണ് നമ്മുടെ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്. മറ്റേ അർദ്ധഗോളത്തിൽ ഇരുട്ടായിരിക്കും. അവിടെ സൂര്യപ്രകാശം പതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇരുട്ടായത്. സാധാരണ രാത്രിയിൽ മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യാറില്ല. രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു സമയമാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ IT കമ്പനികളിലും മറ്റുമൊക്കെ പാതിരാത്രിയാണ് അവരുടെ വർക്കിംഗ് ടൈം തുടങ്ങുന്നത്. 11:30-12 മണിക്ക് അവരുടെ ബസ് വരും. നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ആ ബസ് സ്റ്റോപ്പിൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ 12 മണിക്ക് നമ്മെ പൊക്കി കൊണ്ടുപോകും. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടാക്കും. ഇവൻ്റെ ഉറക്കം ഗോവിന്ദ ഗോവിന്ദ. അസമയത്തുറങ്ങരുത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. രാത്രി ഉറങ്ങേണ്ട അല്ലെങ്കിൽ രാത്രി ലഭിക്കേണ്ട ഉറക്കം പകലിൽ നിങ്ങൾ എത്ര ഉറങ്ങിയാലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ സുഖം, ആ ക്ഷീണം മാറുകയില്ല. രാത്രി ആഹാരം കഴിക്കുക, 1 മണിക്കും 2 മണിക്കും ഒക്കെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് അസുഖങ്ങൾ വരാനുള്ള കാരണം. തോന്നുന്ന സമയത്ത് സെക്കൻഡ് ഷോ ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും തട്ടുകടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കും. അസമയത്ത് ആഹാരം കഴിക്കരുത്, അസമയത്ത് ഉറങ്ങരുത്. ഉറങ്ങാനും ആഹാരം കഴിക്കാനുമൊക്കെ ഓരോ സമയമുണ്ട്. രാത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ ശരീരവും മനസ്സും ഉറക്കത്തിലേക്ക് പോകുന്ന സമയമാണ്. ആ സമയത്ത് ജോലി ചെയ്തിട്ട് പകല് കിടന്നുറങ്ങിയാൽ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും താളം തെറ്റിക്കും. ഓരോരോ അസുഖങ്ങൾ വരും, മാനസിക വിഭ്രാന്തി ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം? പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ട ഓടുകയാണ്. അവൻ്റെ അമേരിക്കക്കാരൻ സായിപ്പിൻ്റെ സമയത്തിനനുസരിച്ചാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. നമുക്ക് പാതിരാത്രിയാകുമ്പോൾ അവന് ജോലി സമയമായി. അപ്പോൾ അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ അടിമത്ത മനോഭാവം നിലനിൽക്കുന്നു. ഇപ്പോഴും നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടിമകളാണ്, വെസ്റ്റേൺ കൾച്ചറിൻ്റെ അടിമകളാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാനുള്ള തത്രപ്പാടിൽ പലരും പലതും ചെയ്യുന്നു. കുറേ നേരം ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കഴുത്ത് വേദന വരും. സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല, എല്ല് തേയ്മാനം വരും. ചുരുക്കം ഒരു 40 വയസ്സാകുമ്പോൾ കയ്യിൽ ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടി രൂപയോ ഉണ്ടാവും. മഹാരോഗങ്ങളും അതോടൊപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഈ 1 കോടി രൂപ കൊടുത്ത് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ ഇവൻ സമ്പാദിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ വേണ്ടി നമ്മൾ ആരെയും കുറ്റം പറയില്ല. നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തിക പരാധീനത വരാത്തത് കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് പോലെ സംസാരിക്കാം. വിമർശിക്കുകയല്ല, ഇതൊക്കെ നടക്കുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ഗതികേട് കൊണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്പോൾ ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ഒരു ചരിവിൽ സൂര്യപ്രകാശം ഉണ്ടാകും. അവിടെ എപ്പോഴും ആളുകൾ കർമ്മനിരതരായിരിക്കും. അതിൻ്റെ മറ്റേ ഭാഗം ഇരുട്ടായിരിക്കും. അവിടെ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല. ലോകാലോക ശിരഃപ്രാപ്തം താരകാമാർഗ സംസ്ഥിതം അധസ്ഥിത അപശ്യം തം ഉച്ച നക്ഷത്രശങ്കയാ. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ നെറുകയിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയാൽ താരകാമാർഗ സംസ്ഥിതം, അവിടെ നക്ഷത്രമണ്ഡലങ്ങളെ കാണാം. നക്ഷത്രമണ്ഡലം
അപ്പോൾ അത്രയും പൊക്കമുള്ള ഒരു പർവ്വതമാണ് ഈ ലോകാലോക പർവ്വതം. ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലെത്തിയാൽ അവിടെ നക്ഷത്ര മണ്ഡലത്തെ നമുക്ക് കാണാം, ധാരാളം നക്ഷത്രങ്ങൾ. കാരണം അത്ര ഉന്നതമായ പർവ്വതമാണിത്. അവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയാൽ എന്താണ് കാഴ്ച? അധസ്ഥിത അപശ്യം സ്തമുച്ച നക്ഷത്രശങ്കയ. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ ഏതോ ഒരു ഉന്നതമായ നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുന്നത് പോലെ. അതായത് ഭൂമി വളരെ താഴെയായിരിക്കും കാണപ്പെടുക. വളരെ പൊക്കമുള്ള ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് താഴ്വരയിലേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുക. അധസ്ഥിത അപശ്യം സ്തമുച്ച നക്ഷത്രശങ്കയ. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ലോകാലോകഗിരേരാരോഹണേന, ഈ ലോകാലോക പർവ്വതത്തിന് മുകളിൽ കയറി, തച്ഛിരപ്രാപ്തം, അതിൻ്റെ ശിരസ് അല്ലെങ്കിൽ കൊടുമുടിയിൽ കയറി, തം ദേവവിപശ്ചിതം, അതിൻ്റെ പുറത്ത് കയറി. ആര്? ഈ വിപശ്ചിത്ത് അതിൻ്റെ ആ കൊടുമുടിയുടെ മുകളിൽ കയറിയപ്പോൾ അദ്ദേഹത്തെ അധസ്ഥാജനാഹ, ഭൂമിയിലുള്ളവർ ഈ വിപശ്ചിത്തിനെ, അദ്ദേഹം മുകളിൽ നിന്ന് താഴെ നോക്കുകയല്ല ചെയ്തത്, മുകളിൽ കയറി നിൽക്കുന്ന അദ്ദേഹത്തെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നവർ മറ്റൊരു നക്ഷത്രം എന്ന പോലെ കണ്ടു. ധാരാളം നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ വിപശ്ചിത് ഒരു നക്ഷത്രം പോലെ പ്രകാശിച്ചു. ഇത് ഒരു നക്ഷത്രമാണോ എന്നവർ സംശയിച്ചു. ആര്? ഭൂമണ്ഡലവാസികൾ. തസ്മാത് പ്രദേശാത് തത്പാരേ തമസ്തസ്യ മഹാഗിരേഃ ചതുർദിക്കം മഹാഘാതം നഭശൂന്യമനന്തകം. തസ്മാത് പ്രദേശാത് തത്പാരേ, ആ ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരത്തിൻ്റെ അപ്പുറത്ത് എന്താണ്? കൂരിരുട്ടാണ്. കൂരിരുട്ട് വ്യാപിച്ച് നിൽക്കുന്നു. എത്ര ദൂരം ആ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് ആർക്കും നിർണയിക്കാൻ സാധ്യമല്ല. തമസ്തസ്യ മഹാഗിരേഃ, ആ ലോകാലോക പർവ്വതത്തിൻ്റെ കൊടുമുടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ വലിയ ഒരു ഇരുണ്ട പ്രദേശമാണ് ഒരാൾക്ക് കാണാൻ കഴിയുക. ചതുർദിക്കം മഹാഘാതം നഭശൂന്യമനന്തകം. അവിടെ നിന്ന് 4 ദിക്കിലേക്ക്, ഏത് ദിക്കിലേക്ക് യാത്ര ചെയ്താലും അവിടെയൊക്കെ ശൂന്യാകാശം മാത്രമേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് വസ്തുക്കളോ പ്രകാശമോ ഒന്നുമില്ല. ഏത് ദിക്കിലേക്ക് യാത്ര ചെയ്താലും കട്ടിപിടിച്ച ഇരുട്ട്, ശൂന്യാകാശം, അത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്നു. തതോ ഭൂഗോളഗോയം ഹി സമാപ്തോ വർത്തുളാകൃതിഃ നഭശൂന്യം മഹാഘാതം തതസ്തിമിരപൂരിതം. അവിടെ ഭൂമി അവസാനിക്കുന്നു എന്നാണ്. ഭൂമിയുടെ അതിർത്തി അവിടെ തീരുന്നു. ഭൂമണ്ഡലം അവിടെ അവസാനിക്കുന്നു എന്നർത്ഥം. തതോ ഭൂഗോളഗോയം ഹി സമാപ്തഃ, ഈ ഭൂഗോളം അവിടെ സമാപിക്കുന്നു. അതായത് ഭൂമിയുടെ അതിരാണ് ആ സ്ഥലം. വൃത്താകൃതിയിലാണ് ആ പ്രദേശം കാണപ്പെടുന്നത്. ഏത്? ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരമെന്ന് പറയുന്നത്. നഭശൂന്യം മഹാഘാതം, ഘാതം എന്നുള്ള വാക്കിന് കുഴി എന്നാണ് അർത്ഥം, ഗർത്തം. പിന്നെ അതിൻ്റെ അപ്പുറത്ത്, അവിടെ നിന്ന് ഏത് ദിക്കിലേക്ക് യാത്ര ചെയ്താലും കൂരിരുട്ട് നിറഞ്ഞ മഹാഗർത്തത്തിൽ പ്രവേശിക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. അവിടെ വിശേഷിച്ച് ഒന്നും കാണാനോ അനുഭവിക്കാനോ ഇല്ല. ശൂന്യം, ശൂന്യതയും ഇരുട്ടും രണ്ടും കലർന്നത്. നഭശൂന്യം മഹാഘാതം തതസ്തിമിരപൂരിതം, തിമിരം ഇരുട്ട്. ഒരു നേത്രരോഗത്തിനും തിമിരമെന്ന് പറയുന്നുണ്ട്. കാരണം ആ രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, കാഴ്ച മങ്ങും, അവസാനം ഇരുട്ടാവും. വേണ്ട സമയത്ത് ശസ്ത്രക്രിയ ചെയ്ത് ആ രോഗത്തെ ഭേദമാക്കിയില്ലെങ്കിൽ പിന്നെ
തപ്പിത്തടഞ്ഞ് നടക്കാം. കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടും. തസ്യ മഹാഗിരേഹേ പാരേ പരഭാഗേ, ഈ മഹാപർവ്വതത്തിൻ്റെ മറുവശത്ത്, ഒരു വശത്ത് പ്രകാശമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മറ്റേ ചെരിവിൽ ഇരുട്ടാണ്. ചതുർദിക്കം പരിതഃ, അവിടെ നിന്ന് 4 ദിക്കിലേക്കും എവിടെ പോയാലും ഇരുട്ട് മാത്രമേ ഉള്ളൂ. മഹത് ഘാതം പരിഘാകാരോ ഗർത്തഃ, ഒരു വലിയ കിടങ്ങ് പോലെയുള്ള കുഴി. കുഴി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കുഴിയല്ല, അഗാധ ഗർത്തം, ഇരുട്ട് നിറഞ്ഞ ശൂന്യപ്രദേശം എന്നർത്ഥം. അതുമാത്രമേ അവിടെ കാണാനുള്ളൂ. നഭൈവ സർവപ്രാണിശൂന്യം അനന്തകം അനേക യോജന വിസ്തൃതം, ആകാശം പോലെ ഒഴിഞ്ഞതാണ് ആ പ്രദേശം. അവിടെ ഒരു ജീവജാലങ്ങളും ഇല്ല, അനന്തമായി വ്യാപിച്ച് കിടക്കുന്നു. അത് എത്ര ദൂരം വ്യാപിച്ച് കിടക്കുന്നു, എത്ര യോജന വ്യാപ്തിയുണ്ടെന്ന് ചോദിച്ചാൽ അനേക യോജന വിസ്തൃതം, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്നാണ്. അനന്തമായ ശൂന്യാകാശം, ഇരുട്ട് നിറഞ്ഞ ആകാശം, അല്ലെങ്കിൽ ഇരുൾ നിറഞ്ഞ കുഴി. ചില സമയത്ത് നമുക്ക് ഈ സ്വപ്നത്തിലും മറ്റുമൊക്കെ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴെ വീഴുന്നത് പോലെ സ്വപ്നം കാണും. അതിഭീകരമായ അനുഭവമാണ് കേട്ടോ. മുകളിൽ നിന്ന് നമ്മൾ ഏതോ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ പതിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഞെട്ടി ഉണരുകയാണ് പതിവ്. ഞാൻ അങ്ങനെയുള്ള സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ മലയുടെ മുകളിൽ കയറിയിട്ടില്ല. ആകപ്പാടെ കയറിയിട്ടുള്ളത് ആ തിരുവണ്ണാമലയുടെ മുകളിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. മരുത്തുവാമല, തിരുവണ്ണാമല നോക്കുമ്പോൾ മരുത്തുവാമലയൊന്നും ഒന്നുമല്ല, മറ്റേത് അങ്ങ് മുകളിൽ കയറി പോകണം, പ്രയാസമാണ്. മരുത്തുവാമല താരതമ്യേന കയറാൻ എളുപ്പമാണ്. എന്നാലും മല കയറുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും വെള്ളം കുടിക്കലാണ്. ശരിക്കും തളർന്നു പോകുന്ന, നമുക്ക് ശീലമില്ലല്ലോ. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് കാല് തന്നെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുന്ന ഒരാളുടെ അനുഭവം, നമ്മൾ ഭയന്ന് തന്നെ മരിച്ചു പോകും. കാരണം ഒരിടത്തും തട്ടി നിൽക്കുന്നില്ല, വീണോണ്ടേയിരിക്കുന്നു മുകളിൽ നിന്ന്, ഫ്രീ ഫാൾ. ഈ അതൊരു സ്പോർട്സായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. എന്ത് ചെയ്യുന്നറിയാവോ, ഈ പാരച്യൂട്ടൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്ലെയിനിൽ കയറും. എന്നിട്ട് കുറേ ഉയരത്ത് 20,000 25,000 അടി മുകളിൽ നിന്ന് അവിടെ നിന്ന് ആ വിമാനത്തിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുകയാണ്. താഴേക്ക് ചാടിയിട്ട് അയാൾ പാരച്യൂട്ട് നിവർത്തുകയില്ല. അയാൾ ഇങ്ങനെ ഭൂമിയുടെ ആകർഷണത്തിൽപ്പെട്ട് ഇങ്ങനെ താഴെ കുറേ ദൂരം ഇങ്ങനെ വരും. ഏതാണ്ട് ഭൂമി സ്പർശിക്കാറാകുമ്പോഴായിരിക്കും ഇയാൾ പാരച്യൂട്ട് നിവർത്തുന്നത്. ഇവൻ്റെ കഷ്ടകാലത്തിന് പാരച്യൂട്ട് നിവർന്നില്ലെങ്കിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതൊക്കെ തീക്കളിയാണ്. മനുഷ്യർ സാഹസം അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിവേകമാണ് കാണിക്കുന്നത്. ഈ പാരച്യൂട്ടൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. മനുഷ്യ ഉണ്ടാക്കിയതാണല്ലോ. ഇവനെയെ വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ ഇവ ഉണ്ടാക്കിയ സാധനത്തിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു ബട്ടൺ പ്രസ് ചെയ്തു, പാരച്യൂട്ട് നിവർന്നില്ല, എന്തു ചെയ്യും? നേരെ പൊത്തോന്ന് താഴെ വന്ന് വീഴുക, ഒന്നും കാണത്തില്ല. അവസാനം തൂത്ത് പെറുക്കുക. ഏത് എല്ലും തലയോട്ടിയുടെ കഷണങ്ങളും ഒക്കെ തൂത്തുവാരം. തസ്യ മഹാഗിരേഹേ പാരേ പരഭാഗേ തമഃ ചതുർദിക്കം പരിതഃ മഹത് ഘാതം പരിഘാകാരോ ഗർത്തഃ. അത് പറഞ്ഞു. നഭൈവ സർവപ്രാണിശൂന്യം അനന്തകം അനേക യോജന വിസ്തൃതം. അതിരില്ലാത്തതാണ് ഈ ഇരുട്ടിൻ്റെ പരപ്പ്. അനേക യോജനകൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇരുട്ടാണ്, ശൂന്യപ്രദേശമാണ്. ആ സർഗം അവസാനിക്കുകയാണ്. തത്രാളികജ്ജലതമാലനഭോന്തരാളനീലം തമോന ച മഹീന ച ജംഗമാദീ നാലംബനം ന ച മനാഗപി വസ്തുജാതം കിഞ്ചിത് കദാചിദപി സംഭവതീതി വിദ്ധി. രാമ, ഇത് ഞാൻ സങ്കൽപ്പിച്ച് വെറുതെ കെട്ടിച്ചമച്ച് പറയുന്നതല്ല. ഇങ്ങനെ ഒരു ഇരുട്ടിൻ്റെ പരപ്പ് ഉണ്ട്.
മനുഷ്യൻ ശൂന്യാകാശത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എത്ര ദൂരം പോയിട്ടുണ്ട്? പരമാവധി ചന്ദ്രനിലല്ലേ എത്തിയിട്ടുള്ളൂ. ചന്ദ്രൻ്റെ അപ്പുറത്തും കിടക്കുന്നുണ്ട് ശൂന്യാകാശം. അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. തത്ര അളി കജ്ജല തമാല നഭോന്തരാള നീലം. ഈ ഇരുട്ടെന്ന് പറയുന്നത് ശ്യാമവർണ്ണത്തോട് കൂടിയതാണ്. കൂരിരുട്ട്, കറുത്ത നിറമാണ്. അപ്പം അത് ഏതുപോലെ, എത്ര കറുപ്പുണ്ട് ആ ഇരുട്ടിനെന്ന് ചോദിച്ചാൽ അളി കജ്ജല തമാല നഭോന്തരാള നീലം. ദിക്കുകളിലാണ് ഈ ഇരുൾ വ്യാപിച്ചിരിക്കുന്നത്. വണ്ടിൻ്റെ കറുപ്പ് നിറം പോലെയോ, അല്ലെങ്കിൽ കൺമഷിയുടെ കറുപ്പ് നിറം പോലെയോ, അല്ലെങ്കിൽ തമാല വൃക്ഷം, അത് നല്ല ഏതാണ്ടൊരു പച്ചയും കറുപ്പും കലർന്ന നിറത്തിലുള്ള, ഇരുണ്ട നിറത്തിലുള്ള ഇലകളോട് കൂടിയ ഒരു വൃക്ഷമാണ് ഈ തമാല വൃക്ഷം. ആ തമാല വൃക്ഷത്തിൻ്റെ കറുപ്പ് പോലെയോ, അതായത് അത്രയും കട്ടിപിടിച്ച ഇരുട്ട് എന്നർത്ഥം, കൂരിരുട്ട്. അങ്ങനെയുള്ള ഒരു തമസ് വ്യാപിച്ചിരിക്കുന്നു. നച മഹീ നച ജംഗമാതി. അവിടെ ഭൂമിയുമില്ല, ജീവജാലങ്ങളുമില്ല. ജംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നവ, ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചലിച്ച് നീങ്ങാൻ കഴിയുന്നവ. അങ്ങനെയുള്ള ഒന്നും ആ ഇരുട്ടിൽ ഇല്ല. നാലംബനം. ആ ഇരുട്ട് എവിടെയാണ് നിൽക്കുന്നത്? അതിനെന്തെങ്കിലും ആശ്രയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാശ്രയവും ഇല്ലാതെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇരുട്ടാണ്. നച മനാഗപി വസ്തുജാതം. അവിടെ നമ്മൾ ഈ ലോകത്തനുഭവിക്കുന്ന ഒന്നും തന്നെ ആ ഇരുട്ടിലില്ല. അത് കൂരിരുട്ടിൻ്റെ ഒരു സമുദ്രമാണ്, ഇരുൾ നിറഞ്ഞ സമുദ്രം, ഇരുട്ടിൻ്റെ കടൽ എന്ന് നമുക്ക് പറയാം. നിശബ്ദതയുടെ കടൽ, ഇരുട്ടിൻ്റെ കടൽ എന്നൊക്കെ പറയുന്നല്ലോ. അതായത് അവിടെ വിശേഷിച്ച് ഒന്നും കാണാനില്ല, അനുഭവിക്കാനില്ല എന്നർത്ഥം. മനാഗപി വസ്തുജാതം കിഞ്ചിത് കദാചിതപി സംഭവതീതി വിദ്ധി. പക്ഷേ അങ്ങനെ ഒരു പ്രദേശമുണ്ട്, ഇരുൾ വ്യാപിച്ച് കിടക്കുന്ന അനന്തമായ ഒരു പരപ്പ്, അങ്ങനെ ഒന്നുണ്ട് എന്ന് രാമ നീ അറിഞ്ഞുകൊള്ളൂ. ഇതൊക്കെ വെറുതെ രസിപ്പിക്കാൻ വേണ്ടി വസിഷ്ഠ മഹർഷി പറയുന്നതല്ല. ഇതൊക്കെ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ പ്രദേശത്ത് ചെന്നാൽ വസിഷ്ഠ മഹർഷി പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പാകും. ഹേ രാമ, അല്ലയോ രാമ, തത്ര തസ്മിൻ ഘാതേ, ആ ശൂന്യതയിൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കിടങ്ങ് പോലെയോ ഒരു വലിയ ഗർത്തം പോലെയോ. ഗർത്തത്തിൻ്റെ ഉള്ളിൽ എന്താണ്? അഗാധമായ ഗർത്തത്തിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഇരുട്ടായിരിക്കും, ഒരു അവ്യക്തത. ആ അഗാധ ഗർത്തത്തിൽ എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്തിൻ്റെ ഗർത്തത്തിൽ അളിരിവ കജ്ജലമിവ തമാലയിവ നഭോന്തരാളെ നീലം തമയേവാസ്തി. കരിവണ്ടിൻ്റെ നിറം പോലെയോ, അല്ലെങ്കിൽ കൺമഷിയുടെ നിറം പോലെയോ, അല്ലെങ്കിൽ തമാല വൃക്ഷത്തിൻ്റെ ഇലകളുടെ നിറത്തോട് കൂടിയതോ ആയ ഒരു നീല ഇരുട്ട്. കൂരിരുട്ടല്ല, കറുപ്പും നീലയും കലർന്ന ഒരു നിറമുണ്ടല്ലോ, അതായത് കാർമേഘത്തിൻ്റെ നിറം, അതായത് തിളങ്ങുന്ന കറുത്ത നിറം എന്നാണ്. തിളങ്ങുന്ന കറുപ്പ്. വെറും കറുപ്പാണെങ്കിൽ കരിയോ കരിക്കട്ട പോലെ ആയിരിക്കും. പക്ഷേ ഈ കാർമേഘം കണ്ടിട്ടുണ്ടോ? അതിനൊരു തിളക്കമുണ്ട്. അതായത് നീലവർണ്ണവും കറുപ്പും കലർന്ന ഒരു നിറം. അങ്ങനെ ആ നിറത്തോട് കൂടിയ ഒരു ഇരുട്ടുണ്ട് രാമ അവിടെ. നചമഹി നച ജംഗമാതി പ്രാണിജാതമസ്തി. അവിടെ ഭൂമിയോ ചലിക്കുന്ന ജീവജാലങ്ങളോ ഒന്നുമില്ല. ആലംബനം ആശ്രയശ്ച നാസ്തി. ഒരാലംബനവും ഒരാശ്രയവും ഒരു ആധാരവുമില്ലാതെ ഈ ഇരുട്ട് വ്യാപിച്ചു നിൽക്കുന്നു. നച കിഞ്ചിത് വസ്തുജാതം കദാചിതപി സംഭവതീതി ത്വം വിദ്ധീത്യർത്ഥ. അവിടെ ഒരു വസ്തുവുമില്ല. ഖരരൂപത്തിലോ ദ്രവരൂപത്തിലോ വാതകരൂപത്തിലോ ആയ ഒന്നും തന്നെ ഈ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇല്ല. അങ്ങനെ ഇരുട്ട് മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു
കൂരിരുൾ നിറഞ്ഞ പ്രദേശം ഉണ്ട് എന്ന് രാമ നീ അറിയൂ എന്ന് പറഞ്ഞ് ആ സർഗം അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് 127-ാമത്തെ സർഗത്തിൽ കിടക്കാം. രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ സർഗം ആരംഭിക്കുന്നത്. ശ്രീരാമ ഉവാച ഭഗവൻ കഥയൈതന്മേ കഥം ഭൂഗോളകം സ്ഥിതം കഥമൃക്ഷഗണോ യാതി ലോകാലോക കഥം ഗിരിഹി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാമൻ്റെ ഒരു ചോദ്യം വരും, അതുകൊണ്ട് ആ ലോകാലോക പർവ്വതം എന്നുള്ള വാക്ക് ഓർമ്മയിൽ വയ്ക്കൂ എന്ന്. രാമൻ്റെ ചോദ്യം ഇതാണ്: അല്ലയോ വസിഷ്ഠ മഹർഷേ, കഥയ ഏതന്മേ, എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നാലും എന്താണ്? കഥം ഭൂഗോളകം സ്ഥിതം. അതൊക്കെ പോട്ടെ, ആ ഇരുൾ നിറഞ്ഞ പ്രദേശമൊക്കെ പോട്ടെ, നമ്മുടെ ഭൂമിയുണ്ടല്ലോ, ശൂന്യാകാശത്തിൽ ഒരു പന്ത് പോലെ ചുറ്റി നടക്കുന്ന, ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ സാധാരണ ബാളോ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന നമ്മുടെ ഭൂഗോളം, ഇത് എങ്ങനെയാണ് താഴെ വീഴാതെ ഇങ്ങനെ നിൽക്കുന്നത്? ശൂന്യാകാശത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവയൊന്നും എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നില്ല? ആർക്കിമിഡീസ് പറഞ്ഞതായിട്ട് ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് ഈ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന അനേകം ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരാഗ്രഹം തോന്നിയതാണ്. ആ ആകാശത്തിൽ കാണപ്പെടുന്ന ഈ ഗോളങ്ങൾ ഒരു മരത്തിൽ കായ്ച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന പഴങ്ങളെപ്പോലെ അത്ര ആകർഷണീയങ്ങളാണ്. എനിക്കൊരാഗ്രഹം, ഇതിനെയൊക്കെ ഒന്ന് കുലുക്കി ഈ പഴങ്ങളെയൊക്കെ താഴേക്ക് വീഴ്ത്തിയാൽ കൊള്ളാം, നിലത്ത് വീഴ്ത്തിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ എവിടെ പിടിച്ച് കുലുക്കണം എന്നെനിക്കറിഞ്ഞൂടാ. ആകാശഗോളങ്ങൾ മുഴുവൻ പഴുത്ത പഴങ്ങൾ പോലെ താഴേക്ക് പതിക്കണമെങ്കിൽ എവിടെ പിടിച്ചാണ് കുലുക്കേണ്ടത്? ഇതൊക്കെ നിൽക്കുന്നത് ശൂന്യാകാശത്തിലാണ്. പഴങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മരത്തിൻ്റെ ശാഖകളിലാണ്. ഈ പഴങ്ങളെപ്പോലെ തൂങ്ങിക്കിടക്കുന്നില്ല, ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു. ഇതിനെയൊക്കെ ഒന്ന് കുലുക്കി താഴേക്കിട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവ താഴേക്ക് എവിടെ വീഴും? എങ്ങോട്ടാണ് ഇതൊക്കെ വീഴുക? ഇപ്പോൾ ചന്ദ്രനെയും സൂര്യനെയും നവഗ്രഹങ്ങളെയും ഒക്കെ നമ്മൾ കുലുക്കി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് വീഴും? ഇതിന് വീഴാനിടമില്ല. എങ്ങോട്ട് വീഴും? ശൂന്യാകാശത്തിലാണ് ഇവ ചുറ്റിത്തിരിയുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് താഴെ വീഴാൻ പറ്റില്ല. ഇപ്പം രാമൻ ഇതാണ് അറിയേണ്ടത്. അല്ലയോ മഹർഷേ, നമ്മുടെ ഭൂഗോളം എങ്ങനെയാണ് താഴെ വീഴാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതുമാത്രമല്ല കഥവൃക്ഷഗണോ യാതി, നക്ഷത്രമണ്ഡലം അവയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശൂന്യാകാശത്തിലൂടെ എല്ലാം എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നക്ഷത്ര ഗണം, അതിനെയാണ് വൃക്ഷഗണം എന്ന് പറയുന്നത്, നക്ഷത്ര സമൂഹം, ഇവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നക്ഷത്ര സമൂഹങ്ങൾ ഒന്നായി സഞ്ചരിക്കുന്നു, ഭൂമിയും സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ് ഈ ശൂന്യാകാശത്തിൽ സഞ്ചരിക്കുന്നത്? ലോകാലോക കഥം ഗിരിഹി. പിന്നെ അങ്ങൊരു പർവ്വതത്തിൻ്റെ കാര്യം പറഞ്ഞു, ലോകാലോക പർവ്വതം. അതിൻ്റെ ഒരു വശത്ത് പകലായിരിക്കും, മറ്റേ വശത്ത് രാത്രിയായിരിക്കും. ഏത് വശത്താണോ പകലുള്ളത് അവിടെ പല ജീവികളും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു. അതിനെയൊക്കെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു തരണം. നമ്മുടെ മന്ത്രങ്ങളിലുമൊക്കെ ഈ ലോകാലോക പർവ്വതം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലോകാലോക പർവ്വതാത് യേവ സന്ധി ദ്വിജാദേവ തേഭ്യോ നിത്യം നമോ. ആ ബ്രഹ്മലോകാദാശേഷാദാലോകാലോകപർവ്വതാത് യേവ സന്ധി ദ്വിജാദേവ തേഭ്യോ നിത്യം നമോ നമഃ. ലോകാലോക പർവ്വതത്തിൻ്റെ ഒരു വശത്തിൽ കഴിയുന്ന യാഗയജ്ഞാദികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബ്രാഹ്മണന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് സന്ധ്യാവന്ദന ശ്ലോകത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷേ ഈ ലോകാലോക പർവ്വതം എവിടെയാണ് എന്നുള്ളതാണ് ഈ ശാസ്ത്രിമാർക്ക് പോലും അറിയാത്തത്, ശാസ്ത്രങ്ങൾ പഠിച്ചവർക്ക് പോലും. അതൊന്നും പുറമേയുള്ള ലോകമല്ല, അതൊക്കെ
അവനവൻ്റെ ഉള്ളിലുള്ള ലോകങ്ങളാണ്. അതൊക്കെ സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ പ്രതീകാത്മകമായി വിവരിക്കപ്പെട്ട കാര്യങ്ങളാണ്, സ്ഥൂലമായ കാര്യങ്ങളല്ല.